പ്രേയർ ആരാ പറഞ്ഞത്? പ്രേയർ ആരും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ. പാടാമോ സൗമ്യ? ഞാൻ ചെയ്യാം. ഓക്കെ. Oh God, source of wisdom, knowledge, and understanding, we ask you to bless us and our teachers. Fill us with your wisdom, knowledge, and understanding. Give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us gently. Help them to be guides to us and bring out the talent that is within us. Good afternoon, all. നെക്സ്റ്റ് തോട്ട് ഓഫ് ദി ഡേ പറയാമോ? ഞാൻ പറയട്ടെ. Take first step in faith. You don't have to see the whole staircase. Just take the first step. മാർട്ടിൻ ലൂതർ കിങ്. സൈനിന് ഞാൻ ചെയ്യട്ടെ. സൈനിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. മാതുമോളും പെൻസിൽ കുട്ടന്മാരും. ചെറിയ കഥയാണ്. മാതുമോൾ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നോ? അച്ഛൻ അവൾക്ക് ഒരു പെട്ടി നിറയെ കളർ പെൻസിലുകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കുറുമ്പിയ മാധുവിന് കിട്ടി നല്ലൊരു സമ്മാനം, പല വർണ്ണത്തിൽ പെൻസിലുകൾ, ആഹാ എന്തൊരു രസമാണ്. ഒട്ടും വൈകാതെ മാധു വര തുടങ്ങി. ചുമരിലും തറയിലും അവൾ കുത്തി വരച്ചു. കല്ലിലും മരത്തിലും വരച്ചു. വരച്ച് മുന പൊട്ടിയപ്പോൾ പെൻസിലുകളെ കട്ടറിലിട്ട് തിരിച്ചു. അയ്യോ, പയ്യെ തിരിക്കണേ, പെൻസിൽ കുട്ടന്മാർ കരഞ്ഞു. എന്നാൽ മാധു ഉണ്ടോ വല്ലതും കേൾക്കുന്നു? അവൾ ധൃതി പിടിച്ചുള്ള വരയിലാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും മുനയൊടിഞ്ഞും കല്ലിലുരഞ്ഞും പെൻസിൽ കുട്ടന്മാർ വേദന കൊണ്ട് തളർന്നു. അന്നത്തെ വരയൊക്കെ തീർത്ത് മാധു ഉറങ്ങാൻ പോയപ്പോൾ പെൻസിൽ കുട്ടന്മാർ അടക്കം പറഞ്ഞു. ഇങ്ങനെ വരച്ചാൽ നാളെ തന്നെ നമ്മുടെ കഥ തീരും. എന്നെ നോക്ക്, ഞാൻ പകുതി പോലുമില്ല. പച്ച പെൻസിൽ കണ്ണീർ പൊഴിച്ചു. എന്നെ തറയിലിട്ട് വരച്ചു. ചുവപ്പ് പെൻസിൽ സങ്കടം പറഞ്ഞു. നേരം വെളുക്കും മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പെൻസിൽ കുട്ടന്മാർ തീരുമാനിച്ചു. ചെങ്ങാതികളെ കേൾക്കേണം, വേഗം തന്നെ പോകേണം. നേരം പുലരും മുൻപായി ദൂരെ നമുക്ക് പോകേണം. അവർ പതിയെ പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു. നമുക്കിവിടെ ഒളിച്ചിരിക്കാം, സോഫയുടെ താഴേക്ക് വിരൽ ചൂണ്ടി ചുവപ്പ് പെൻസിൽ പറഞ്ഞു. മാധുവിന്റെ കണ്ണിൽ പെടാതെ അവരെല്ലാം സോഫയ്ക്ക് താഴെ പതുങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ മാധു ഉണർന്ന് പെൻസിലുകളും തിരഞ്ഞു നടപ്പായി. അയ്യോ, എന്റെ പെൻസിലുകൾ കാണുന്നില്ലല്ലോ. മാധു വീടായ വീട് മുഴുവൻ തിരിഞ്ഞു. ഒടുവിൽ അവൾ നോക്കുമ്പോഴതാ പെൻസിൽ കുട്ടന്മാരെല്ലാം സോഫയ്ക്ക് താഴെ ഒളിച്ചിരിക്കുന്നു. അമ്പട വിരുദ്ധന്മാരെ! മാധു പെൻസിൽ എടുക്കാൻ കൈനീട്ടി. അത് കണ്ടതും പെൻസിലുകൾ പേടിച്ചു വിറച്ചു. അയ്യോ മാധു, ഞങ്ങളെ വെറുതെ വിടണേ. കല്ലിലും തറയിലും വരച്ച് ഞങ്ങളുടെ ദേഹമാകെ വേദനിക്കുകയാ, പെൻസിൽ കുട്ടന്മാർ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാധുവിനും വിഷമമായി. അപ്പോഴാണ് മാധു അക്കാര്യം ഓർത്തത്. പിറന്നാളിന് അമ്മ സമ്മാനിച്ച കളറിംഗ് പുസ്തകം മേശയിലുണ്ട്. അവൾ ഓടിപ്പോയി പുസ്തകം എടുത്തു കൊണ്ടുവന്നു. ഞാൻ ഇനി പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കൂ, അപ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ലല്ലോ. മാധു പറഞ്ഞത് കേട്ട് പെൻസിൽ കുട്ടന്മാർക്ക് സന്തോഷമായി. അവർ മിടുക്കരായി മാധുവിനൊപ്പം തുള്ളിച്ചാടി. താങ്ക് യു. Very good. Good afternoon to all. Good afternoon. Good afternoon, ma'am.
Good afternoon, ma'am. Good afternoon. Okay, fine. നല്ല കഥയായിരുന്നു. നല്ല വോയിസ് മോഡുലേഷനും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മളിവിടെ വരെയായി. നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻ കഴിഞ്ഞതാണോ? ഡേറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. പാർട്ട് 1 എന്തെങ്കിലും കംപ്ലീറ്റ് ആവാനുണ്ടോ? കോമൺ ഡിസീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ലല്ലോ. 8th ചാപ്റ്റർ അല്ലേ? ഓക്കെ. പാർട്ട് 2 ചൈൽഡ് വെൽഫെയർ ഉണ്ടല്ലോ. ചൈൽഡ് വെൽഫെയർ ഉണ്ട്. ചൈൽഡ് വെൽഫെയർ. ഓക്കെ. സൈക്കോളജി പാർട്ടെല്ലാം കഴിഞ്ഞു. സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ കഴിഞ്ഞിരുന്നു. നമ്മൾ ഏതാ എടുത്തോണ്ടിരുന്നേ? നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആണ് എടുത്തിരുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡില് PFA എടുത്തോ? ഇല്ല, അത് ഇന്ന് പറയാൻ പറഞ്ഞേ. PFAയുടെ PDF നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടൊന്ന് പറയട്ടെ കേട്ടോ. അത് എക്സ്ട്രാ ഒരു ടോപ്പിക്കാണ്, കാരണം നമ്മളത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം കൊച്ചുകുട്ടികളാണ്, അവരുടെ പാരൻസുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ പലപ്പോഴും അവരുടെ മനസ്സിനെ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. പിന്നെ നമ്മുടെ സെൽഫ് ഹീലിംഗ്, നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ ലൗഡ് വൺസ്, ഇവരുടെ എല്ലാം ആ ഒരു ഹീലിംഗ് പ്രോസസ്സിന് നമ്മൾ PFA അറിഞ്ഞിരിക്കണം. എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ആ ഒരു കമ്പാഷൻ, എംപതി, അതെല്ലാം ഉണ്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ പ്രൊഫഷണലി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സെക്കൻഡ്. ചൈൽഡ് വെൽഫെയർ മിസ്സാണ് എടുക്കുന്നത്. വേറെ ഏതൊക്കെ ടീച്ചേഴ്സാ ഉള്ളത്? കാരണം ചില എടുക്കുന്ന ടീച്ചർ ആണോ എന്നറിയാം. അശ്വതി ടീച്ചറും ആതിര ടീച്ചറാണ് ഉള്ളത്. ഓക്കെ, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. അവരാണ് എടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ. ഓക്കെ. തേർഡ് പാർട്ടിലേക്ക് ഇവര് പോയിട്ടുണ്ടോ? പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തോ ആരെങ്കിലും? ഇല്ല, ആരും സ്റ്റാർട്ട് ചെയ്തില്ല. പാർട്ട് 4 ഇല്ലല്ലോ? ഇല്ല. സെക്കൻഡ് പാർട്ടിൽ തന്നെ 7, 8, 9, 10 ബാക്കിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, നീഡ്സ്, ഡിഫൻസ് മെക്കാനിസം, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് എയ്ഡ് ആണല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് എയ്ഡിന്റെ നമ്മുടെ PDF കഴിഞ്ഞോ? ബുക്സിലുള്ളത് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ PFA ആണ് നമ്മൾ ഇനി എടുക്കാനുള്ളത്. റൈറ്റ്? ഓക്കെ. PFAയുടെ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. സോ എനിവേ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം നമുക്ക് ഫസ്റ്റ് എയ്ഡ്, അതായത് ഇപ്പോൾ ഇഞ്ചുറി പറ്റുവാണെങ്കിൽ, ബേണിംഗ് പറ്റുവാണെങ്കിൽ, ബേണിംഗ് ഇപ്പോൾ പല രീതിയിലുള്ള ബേണിംഗ് ആണെങ്കിലും, വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ, പെട്ടെന്ന് ഒരാൾ തളർന്നു വീണാൽ, സ്നേക്ക് ബൈറ്റ്, അങ്ങനെ പല രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, നമ്മൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകാം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സപ്പോർട്ടാണ്. അതൊരു ശരിയായ രീതിയിലുള്ള ഒരു മെഡിക്കൽ ഇതല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയോ ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ആവശ്യമില്ലാത്ത ചെറിയ മുറിവുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മുറിവ് ഡീപ്പാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അത് ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. നമുക്കറിയാതെ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ മാറി ഉണങ്ങി സ്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് ആ സ്കാറും നമ്മൾ മാറ്റും, ആ പാടും മാറ്റും. പക്ഷെ മനസ്സിനൊരു മുറിവ് പറ്റിയാൽ നമ്മൾക്ക് എങ്ങനെ അത് ഹീൽ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും? അതാണ് നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. മനസ്സിന് പറ്റുന്ന ഒരു വൂണ്ട്, ഒരു ഇഞ്ചുറി, അതെങ്ങനെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും? പറയുമ്പോൾ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മനസ്സിലെപ്പോഴെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ആശ്വാസം കിട്ടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ തന്നെത്താനെ ആയിരിക്കാം ആ ആശ്വാസം കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കാം ആ ഒരു ഹീലിംഗ് നടന്നത്. ചിലർക്ക് ചിലപ്പോൾ കുറേ സമയമെടുത്തായിരിക്കും അത് പോയിട്ടുണ്ടാവുക.
നമ്മൾക്കിപ്പോ ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല, നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. കുറെ സമയം എടുത്ത് അത് പോകും. നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആവും. അങ്ങനെ ആയിട്ടുണ്ടാകും. പിന്നെ ചില സമയത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, തീരാ നഷ്ടമാണല്ലേ. അങ്ങനെയുള്ളതും നമ്മൾ പലപ്പോഴും ആ ട്രോമയിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാൻ കുറേ സമയമെടുക്കും. അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്, ആ ഒരു കാര്യം ഉൾക്കൊള്ളാൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ സമയമെടുത്തു വരും. അപ്പൊ ഇങ്ങനെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ എങ്ങനെയാണ് അവരെ നമ്മൾ ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് പറഞ്ഞപ്പോ നമ്മൾ യൂണിവേഴ്സൽ പ്രിക്വേഷൻസ്, PP അതൊക്കെ പറഞ്ഞിരുന്നോ? നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇതൊരു നീഡി ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് PFA എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ സപ്പോർട്ടിന്റെ ഇന്റർവെൻഷൻ, അതാണ് PFA. ഇതില് കുട്ടികൾ വരാം, അഡൽട്സ് വരാം, ഫാമിലീസ് വരാം. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിസാസ്റ്റർ, ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഫാമിലീസ്, അഡൽട്സ്, കുട്ടികൾ, അല്ലാതെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും അബ്യൂസ്, അതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല, ഇതൊരു കൗൺസിലിംഗ് അല്ല, ഇത് ഡേറ്റ കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ അതിനെ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അല്ല. ഓക്കെ, ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപത്തറ്റിക് ആയ ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് PFA പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ഈ PFA എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, PFAയുടെ ഡയമെൻഷൻസ് എന്തെല്ലാമാണ്, എങ്ങനെ നമുക്ക് PFA പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും? ക്ലാസ് റൂമിൽ വന്നൊന്ന് ചെക്ക് ചെയ്തേക്കണേ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ അത് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ അതിൽ നിന്ന് ആവശ്യം വേണ്ടുന്ന കണ്ടന്റ് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, PFAക്ക് 7 തീംസ് ആണ് ഉള്ളത് ശരിക്കും. അപ്പൊ PFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ, എവിടെയാണ് ഈ സൈക്കോളജിക്കൽ ഇത് ടെസ്റ്റിലുള്ളതാണ് ഇപ്പൊ മാഡം എടുക്കുന്നത് സൈക്കോളജി? അല്ല, അല്ല, ഇത് നോക്കിട്ട് കണ്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡീൽ ചെയ്യുന്നത് കൊച്ചു കുട്ടികളെയാണ്, അവരുടെ പാരന്റ്സിനെ നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കുട്ടികൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് അവർക്ക് പറയാൻ കൂടി അറിയില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഇതാണ് PFA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് എ ടീച്ചർ, നമ്മൾ നാളെ ഒരു ടീച്ചർ ആകാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ നമുക്ക് മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. പുതിയ വേർഷൻ ടെക്സ്റ്റിലൊക്കെ ഇത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ PFA പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് PFAയുടെ ഉദ്ദേശം. അതായത് ചുമ്മാ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അയാളുടെ കൂടെ പോയിരുന്ന് കരയുക എന്നുള്ളതല്ല, അവർക്ക് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുന്നു. അവർക്ക് എന്താണ് ആവശ്യം, ആ ഒരു നീഡ്സും കൺസേൺസും അസസ് ചെയ്യുന്നു. പിന്നെ അത് അസസ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം നമ്മൾ ഒരാൾക്ക് കുറെ ക്യാഷും ഫുഡും ഒക്കെ കൊടുക്കുക എന്നുള്ളതല്ല, അതിന് വേണ്ടുന്ന സോഴ്സസ് കണക്ട് ചെയ്യും. ഇത് പറഞ്ഞതാണല്ലോ, ഇത് പറഞ്ഞതാണ്. 7 പോയിന്റ്സ് പറഞ്ഞിരുന്നു ലാസ്റ്റ്. ഫർദർ ഹാം. ഓക്കെ, ഫൈൻ. അപ്പൊ ആ 7 തീംസും ഇനി ഞാൻ പറയണ്ടല്ലോ? വേണ്ട, 7 തീംസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ്, അതിലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രായമാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും അല്ലെ. അതായത് ഇപ്പോ ഒരു അഡൾട്ടായ ഒരാൾക്ക് 18+ അങ്ങനെ ഒരാൾക്ക്
അത് എനിക്ക് അതിൽ നിന്നും പുറത്തു വരണം, എനിക്കത് സോൾവ് ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെ നമ്മൾക്ക് തോന്നും. കാരണം നമ്മളുടെ മെന്റൽ ഡെവലപ്മെന്റ് അത്രയായി. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് അത് പറയാൻ പറ്റില്ല, അല്ലെ? അവർക്ക് അത് എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ അവർക്ക് അറിയില്ല. അപ്പൊ നമ്മളോട് അവർ പറയുന്ന രീതിയിലുള്ള സ്പേസ് ആ കുട്ടികളായിട്ട് ഉണ്ടാക്കി നമ്മൾ എടുക്കണം. അപ്പൊ അവര് ഡെഫിനറ്റ്ലി നമ്മളോട്, അത് ചിലപ്പോൾ അവരെ പെട്ടെന്ന് പറയൊന്നുമില്ല, അവരുടെ രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെന്തോ ട്രോമയിലൂടെ കടന്നു പോവാണ്. അങ്ങനെ പതുക്കെ അവരെ അടുത്തിരുത്തി പതുക്കെയാണ് നമുക്ക് അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് അവരെ ആ സംഭവിച്ച കാര്യത്തിൽ നിന്ന് ആ ഓർമ്മ അവർക്കുണ്ടാകും. പക്ഷെ സ്ട്രോങ് ആയി പിന്നീട് ജീവിക്കുക, ആ ഓർമ്മകൾ കൊണ്ട് തന്നെ അത് കൂടുതൽ എപ്പോഴും ഓർമ്മിക്കാതെ അവരെ സ്ട്രോങ് ആക്കി ജീവിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നടന്ന കാര്യത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും, എന്ത് കാര്യമാണെങ്കിലും. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പറഞ്ഞത് ഒരു ട്രീറ്റ്മെന്റ് അല്ല, കൗൺസിലിംഗ് അല്ല, ഇതൊരു പ്രൊഫഷണൽ ജോബ് ഒന്നുമല്ല. പിന്നെ പറയുന്ന ആളുകളുടെ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യുന്ന കാര്യമല്ല. ആ ഒരു ടൈമിൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. അത് ആ 7 തീംസ് നമ്മൾ പറഞ്ഞു. ഇനി ലോങ് ടേം റിക്കവറി, നമ്മൾ ഇവരെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ലോങ് ടേം റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് PFAയില് കാലാകാലങ്ങളോളം ഇത് റിക്കവർ ആയിരിക്കണം. അല്ലാതെ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് സമാധാനമായി, അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഓക്കെ ആയല്ലോ. പക്ഷെ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ അവർക്ക് ലോങ് ടേം റിക്കവറി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ നമ്മളുണ്ട്, ഒരൊറ്റയ്ക്കല്ല, ആ ഒരു രീതിയിലും കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയോ നമ്മൾ ചെയ്യണം. അപ്പൊ അവരെ ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്, അവരെ സേഫ് ആക്കുക, കാം ആക്കുക, സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിങ്ങളെന്ന് ഉറപ്പ് വരുത്തി കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ടുന്ന സോഴ്സസുമായിട്ട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾ അത് തന്നെ ചെയ്യാനായിട്ട് അവരെ കേപ്പബിൾ ആക്കുക. ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവരുടെ തന്നെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന രീതിയിൽ അവരെ കേപ്പബിൾ ആക്കുക. പിന്നെ സപ്പോർട്ടുമായിട്ടുള്ള ആക്സസ്, അത് എത്രയും പെട്ടെന്ന് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവർക്കൊരു സപ്പോർട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ എത്രയും പെട്ടെന്ന് ആ സപ്പോർട്ട് അവർക്ക് കിട്ടുന്ന രീതിയിൽ ആക്സസ് ശരിയാക്കി കൊടുക്കുക. ഇതാണ് ലോങ് ടേം റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും റിക്കവർ ആയിട്ട് വരും. ഇനി ആർക്കൊക്കെയാണ് ഇതുപോലുള്ള സ്പെഷ്യൽ അറ്റൻഷനും സപ്പോർട്ടും വേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്, അതാണ് നെക്സ്റ്റ്. പലപ്പോഴും ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ്, PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിൽക്കുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാടുണ്ടത്. അത് കുറേ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഏതോ ഡിഗ്രി കോഴ്സിന്റെ അവരുടെ ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വേണ്ടുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനിപ്പോ പറയുന്നത് ആ PDF-ല് 6th പേജിലായിട്ട് വരും. 28 പേജിലൊരു PDF ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. 6th പേജിലാണ്. അതും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഫുൾ വായിച്ചു നോക്കാം, കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ പിന്നെ അത്രയും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു മഞ്ഞ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് കാണാം, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട്. ബ്രൗൺ കളറിലാണ് അതിന്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത്. ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ടിലാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. 6th പേജിലായിട്ട് അത് കാണുന്നുണ്ടാവും. ഓക്കെ. ഇപ്പം ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് ഇഞ്ചുറീസ്, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇഞ്ചുറീസ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അതോടുകൂടി അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നിന്ന് പോയിട്ടുണ്ടാകും. അവർക്ക് നോർമൽ ലൈഫ് ബുദ്ധിമുട്ടായി പോകുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറീസ്, പിന്നെ എമർജൻസി കെയർ വേണ്ടുന്നവര്. പീപ്പിൾ ഹൂ ആർ ടു അപ്സെറ്റ് ടു കെയർ ഫോർ ദംസെൽസ് ഓർ ദെയർ ചിൽഡ്രൻ. ചില ആളുകൾ ഭയങ്കര ടെൻസ്ഡ് ആകും എന്തെങ്കിലും ഒരു റീസൺസ് കൊണ്ട്. അവർക്ക് അവരെ തന്നെ ശ്രദ്ധിക്കാനോ, അല്ലെങ്കിൽ കുട്ടികളെ ഇപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു, ആ സ്ത്രീക്ക്, ആ വൈഫിന് എന്താ പറയാ, സ്വന്തം കാര്യം നോക്കാനോ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനോ പറ്റാത്തൊരവസ്ഥ, ഒരു ഷോക്കിലേക്ക് അവർ പോകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്.
പിന്നെ ചില ആളുകൾ സെൽഫ് ഹാം ചെയ്യും, അവരെ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ. ചില ആളുകൾ മറ്റുള്ളവരെ ഹാം ചെയ്യും. അങ്ങനെ എന്റെ മുന്നിൽ ഒരു കേസ് വന്നതായിരുന്നു കേട്ടോ. നമുക്ക് കാഴ്ചയിൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല, വളരെ യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, മേ ബി ഒരു 30+ അത്രേ ഉണ്ടാവുള്ളൂ, മാരിഡ് ഒന്നുമല്ല. ആള് വന്നത് ആളുടെ ഒരു സുഹൃത്തുമായിട്ടാണ് വന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുവാണ്, ടേബിളുണ്ട്, ടേബിളിന്റെ മുന്നിൽ 2 ചെയർ ഉണ്ട്, ഞാൻ രണ്ടുപേരോട് ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാൾക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ഇൻട്രൊഡക്ഷൻ തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സുഹൃത്ത് പുറത്തിരുന്നോട്ടെ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, വേണ്ട മാം, അവനും എന്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, അവൻ പോകണ്ട, പുറത്തു പോകണ്ട, ഞാൻ പറഞ്ഞോളാം, എനിക്ക് അവൻ കേൾക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആള് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾക്ക് ലൈഫിലൊരു ട്രോമയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം പുള്ളിക്ക് ജോലിക്ക് പോകാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമാണ്, ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈവിംഗ് നല്ലതുപോലെ അറിയാം. ഇപ്പൊ സ്വിഗ്ഗി ചെയ്യണം, പകല് യൂബർ ഓടിക്കണം, ഈവനിങ് ആവുമ്പോ സ്വിഗ്ഗിയിൽ ചെയ്യണം, അങ്ങനെ ഏൺ ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ആള് ജോലിക്കൊന്നും പോവാതെ വീടിനകത്ത് അടച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനത് എന്താ കാരണം എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ടേബിളില് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പ് നിബ് അങ്ങനത്തെ പേനയുണ്ടല്ലോ, അങ്ങനെ പേനയുണ്ടായിരുന്നു. അപ്പൊ ആൾ ആ പേന കയ്യിലെടുത്തു. പേന കയ്യിലെടുത്തത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഭയങ്കര റെസ്ലെസ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയും, എനിക്കിപ്പം ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒബ്ജക്ട്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര റെസ്ലെസ് ആകും. അതൊരു പേനയാണെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും. അപ്പൊ മുന്നിലിരിക്കുന്ന ആളെ ഇത് വെച്ചിട്ട് ഞാൻ ഉപദ്രവിക്കുമോ എന്ന്, ഹാം ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് പുള്ളി പുറത്തെങ്ങും പോവാതെ വീടിനകത്ത് അടച്ചിരിക്കുന്നത്. കാരണം ആള് കാരണം വേറൊരാൾക്ക് അപകടം ഉണ്ടാവുമോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് നീ പോകണ്ട, അടുത്ത് തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞത്. കാരണം ആളങ്ങ് മാറിക്കഴിയുമ്പോൾ ഈ പെൻ വെച്ചിട്ട് എന്നെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ കയ്യിലെടുത്തിട്ട് എന്നെ ഹാം ചെയ്യുമോ എന്ന് അയാൾ കോൺഷ്യസ് ആണ്. അയാൾക്ക് സ്വയം അങ്ങ് തോന്നുന്നു. അയാൾ ഇതുവരെയും അയാളുടെ ലൈഫിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ അയാൾക്ക് ഈ ഒരു തോട്ട് അയാളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് കാരണമാണ് അയാള് യൂബർ ടാക്സി ഓടിക്കാൻ മടിക്കുന്നത്. കാരണം കേറുന്ന പാസഞ്ചറെ ഇയാൾ ഉപദ്രവിക്കുമെന്ന് ഇയാൾക്കൊരു ടെൻഷൻ. സ്വിഗ്ഗി ഓർഡർ എടുത്ത് കൊടുക്കാനായിട്ട് പോകുമ്പോൾ റിസീവ് ചെയ്യുന്ന കസ്റ്റമറെ ഉപദ്രവിക്കുമെന്ന് ടെൻഷൻ. ഇത് കാരണം ഒരു ജോലിക്കും പോവാതെ ആളിങ്ങനെ വീട്ടിലിരിക്കുക. എനിക്ക് മനസ്സിലായി ആൾക്ക് മെഡിസിൻ കഴിക്കേണ്ട രീതിയിലുള്ള ചെറിയൊരു സൈക്കാട്രിക് ഡിസോർഡർ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ഡോക്ടറെ പോയി കാണാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ കാണാൻ തയ്യാറാണെന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക, ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക, മെഡിസിൻസ് കഴിക്കുക. അപ്പൊ അങ്ങനെ മനുഷ്യരുണ്ട്, അവർ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നു. ചിലർ സ്വയം വേദനിപ്പിച്ച് ആനന്ദിക്കും, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ. പിന്നെ കുട്ടികള്, അഡോളസൻസ്, ബ്രോക്കൺ ഫാമിലീസ് ഉള്ള കുട്ടികൾ, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവുന്നു. കുട്ടി ചിലപ്പോ ഏതെങ്കിലും ഒരു കെയർ ഗീവറുടെ കൂടെ ആയിരിക്കും, ഒന്നുമില്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ, അല്ലെങ്കിൽ അങ്കിളിന്റെ കൂടെ, അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ആരുടെയെങ്കിലും ഒരാളുടെ കൂടെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള കുട്ടികള്. പിന്നെ അഡോളസൻസ്, ഇവര് ഒക്കെ പ്രോപ്പർ ആയിട്ട്. യെസ് മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ മാം? എനിക്ക് ഈ അടുത്തിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതാണേ. എനിക്കതിൽ നിന്ന് പക്ഷെ ഇപ്പോഴും അത് റിക്കവർ ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ആ ടെൻഷനുണ്ട് ഇപ്പോഴേ. അതായത് ഒരു കഴിഞ്ഞ ജനുവരിയിലായിരുന്നേ, അത് ഒരു വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്തതാണ്. ഇപ്പോൾ കുഞ്ഞുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാനാണ് ഡ്രൈവ് ചെയ്തത്, കാറായിരുന്നേ. അപ്പം വേറൊരു വണ്ടി വരുന്ന കണ്ടപ്പോൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് പോയതാണ്. പോയി ഇടിച്ചു, പോസ്റ്റേലും ട്രാൻസ്ഫോമറയിലും കൂടെ ആയിരുന്നു. ഇടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു 80% തകർന്നു. വണ്ടി പുതിയ വണ്ടി, 1 മാസമേ ആയിട്ടുള്ളായിരുന്നു. വേറൊരു വണ്ടി വന്ന് നമ്മൾ ഇടിക്കുകയും കൂടെ ചെയ്തു. ട്രാൻസ്ഫോമർ കത്തി, പോസ്റ്റ് ഒടിഞ്ഞു. അപ്പം അതേന്ന് ഇപ്പോഴും എനിക്ക് ടെൻഷൻ. ശരിക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തന്നെ കാര്യം എനിക്കിതിൽ നിന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി. കാര്യം ഒരു 2-3 മാസം വരെ ഞാൻ റൂമിൽ തന്നെ ഇരുന്നു. എനിക്ക് ടെൻഷൻ, എവിടെ നോക്കിയാലും ഇങ്ങനെ വണ്ടി ഇടിക്കുന്ന പോലെ തോന്നുക. ഞാൻ സ്കൂട്ടറിയൊക്കെ ഓടിക്കുന്നത്, പക്ഷേ സ്കൂട്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ. ഇങ്ങോട്ട് വന്ന് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ. എനിക്കങ്ങ്
ഓവർക്കുമ്പോൾ കുഞ്ഞിനാണെങ്കിൽ വണ്ടിയെ പോയി മറ്റേ വണ്ടി വന്ന് ഇടിച്ചപ്പോഴത്തേനെ ഫുള്ളും തല മുഴുവനും ചില്ലുകൊണ്ട് കണ്ണിന്റെ പീലിയ വരെ കൊച്ചു കുഞ്ഞിന്റെ. പിന്നെ കവിളൊക്കെ ഇങ്ങനെ ചില്ലുകൊണ്ട് മുറിഞ്ഞു. ഇപ്പോഴും ആ പാട് പോയിട്ടില്ല. എനിക്ക് ഇപ്പോഴും ആ പാട് എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമാണ് എനിക്കത്. പിന്നെ അവര് എക്സ്റേ ഒക്കെ എടുത്തു, തലയിൽ ചില്ലെല്ലാം റിമൂവ് ചെയ്തായിരുന്നു, മുടിയെല്ലാം കളഞ്ഞു. പക്ഷെ എനിക്കത് എനിക്കത് ഓർക്കുമ്പോൾ എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പറഞ്ഞു ഇപ്പം കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ നീ എന്ത് ചെയ്തേനെ, ഇത് ദൈവം അനുഗ്രഹിച്ച് ഒന്നും പറ്റിയില്ല, ഇത്ര ജസ്റ്റ് ഒരു ഇതല്ലേ പറ്റുള്ളൂ. പക്ഷെ എനിക്കിപ്പോഴും ആ വണ്ടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പുതിയ വണ്ടിയാണ്, ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ചെയ്ത് കിട്ടും. പക്ഷെ എനിക്കിപ്പോഴും ആ വണ്ടിയെ കയറുമ്പോൾ എനിക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് തന്നെ എനിക്ക് ഓർമ്മ വരും. എനിക്ക് എന്ത് ചെയ്തോണ്ട് മറക്കാൻ പറ്റുന്നില്ല. മാമിന് എന്തെങ്കിലും ഒന്ന് അത് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ഓക്കെ ആര്യ, അത് സംഭവിച്ചു അല്ലെ? നമുക്കത് മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ അതേ കാര്യം അത് മനസ്സിൽ കിടക്കണ്ടാവും. അത് വെച്ച് സ്ട്രോങ് ആയി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് മേ ബി നമുക്ക് സമയം എടുക്കും. പിന്നെ കുഞ്ഞിന് എത്ര വയസ്സായിരുന്നു? കുഞ്ഞിന് ഇപ്പം 3 വയസ്സാവുന്നേ ഉള്ളൂ. ഈ നവംബറിൽ 3 വയസ്സാവുന്നേ ഉള്ളായിരുന്നു. ആ ഇടിക്കാണെങ്കിൽ ഹസ്ബൻഡിന്റെ ദേഹമെല്ലാം മുറിഞ്ഞു. പക്ഷെ എനിക്ക് ആ സീറ്റ് ബെൽറ്റ്, എയർ ബാഗൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് കുറവായിരുന്നു. എന്നാലും എനിക്ക് ആ ഇടിക്കാൻ എനിക്ക് പീരീഡ്സ് വരെ ആയി. എനിക്ക് അത്ര ഭയങ്കര ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് കുഞ്ഞിന്റെ ഈ അവസ്ഥ കാണുമ്പോഴത്തേനായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ കുഞ്ഞിന് ആ സമയത്ത് ഇപ്പൊ 3 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ കുഞ്ഞിന് അത് ഓർക്കും. കുഞ്ഞിനറിയാം മാം. ഇന്നലെ അവന് പനിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒന്നും പറയാം, അമ്മ വണ്ടി മുട്ടി, എന്നിട്ട് കവള് കാണിക്കുക. പാട് ഇപ്പോഴും ഉണ്ട്, അവര് ചില്ല് കൊണ്ട് പാടുണ്ട്. അവൻ ഇപ്പോഴും മറന്നിട്ടില്ല. എന്താ മാം? കുട്ടിക്ക് ഷോക്ക് ഉണ്ടോ അതിന്റെ? ഇല്ലല്ലോ. ഇല്ല, അവൻ ആദ്യം കാണുന്നവരോടെല്ലാം പറയും വണ്ടി പൊട്ടി എന്ന് പറയാം, അതേ ഉള്ളൂ. ഹസ്ബൻഡോ? ഹസ്ബൻഡിന് കുഴപ്പമില്ല. അന്നത്തെ ആ മുറിവിനൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റിയതേ ഉള്ളൂ, ഷോൾഡറിന്റെ അവിടെയും. കാര്യം ഞാൻ ഇരുന്നിടത്ത് അത്രയും പറ്റില്ല, മറ്റേ വണ്ടി കൂടെ ഞാൻ കയറ്റമായിരുന്നേ. അപ്പം ആക്സിലേറ്റർ അങ്ങ് ബ്രേക്ക് തൊട്ടണ്ട, പിന്നെ ആക്സിലേറ്റർ കൊടുത്താൽ കയറിപ്പോയി. അപ്പോഴത്തേന് കൈ നിന്നില്ല വണ്ടി. അന്നേരത്തേന് വേറൊരു ജീപ്പ് കൂടെ വന്ന് നമ്മൾ ഇടിച്ചങ്ങ് കയറ്റി. ആ വശം ലെഫ്റ്റിലിരുന്നത് ഹസ്ബൻഡും കുഞ്ഞും. അപ്പൊ ആ ചില്ല് കൊണ്ട് മുഴുവൻ ആ വണ്ടിയുടെ ഫോഴ്സ് വന്ന് ഇടിച്ചതും കൂടെ ആയപ്പോഴത്തേന് ഇവർക്കാണ് കൂടുതൽ ഇഞ്ചുറീസ് പറ്റിയത്. എനിക്ക് അത്രയും പറ്റിയില്ല. എന്നാലും കുഞ്ഞിനെ കാണുമ്പോ ഒരു വിഷമോ. കുഞ്ഞിന് പാട് ഒത്തിരി ഉണ്ടോ? മാറുന്ന പാടാണോ? ഡോക്ടർ പറഞ്ഞപ്പോ ഇതൊക്കെ മാറും, കുറച്ച് ഉണ്ട് എന്നാലും പാട്. ഇനി മാറുമെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇങ്ങനെ ഇപ്പം ഉണ്ടെന്നാലും അത് മസിൽസ് ഒക്കെ കൂടുതൽ വലുതാവുമ്പോഴേക്കും ആ സ്കിന്നിന്റെ ഇതൊക്കെ ശരിയാവുമായിരിക്കും. അതൊന്നും കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ആര്യയുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, വളരെ വിഷമകരം തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾക്ക് അങ്ങോട്ട് ലൈഫിൽ സംഭവിച്ച ഭയങ്കര ഒരു പ്രശ്നം തന്നെയല്ലേ, മറക്കില്ല നമ്മള്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ആദ്യം താങ്ക് ഗോഡ്, കാരണം വേറൊന്നും കൂടുതലായി പറ്റിയില്ലല്ലോ. കാറിനാണ് കൂടുതലായിട്ട് പറ്റിയത്, നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞിന് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ടാണ് മുറിവ് അത്രയും ഇതായത്. മാറുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹീസ് ഹാപ്പി ഓൾസോ, വേറെ പ്രശ്നങ്ങളും ഷോക്കൊന്നും കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡിനും ഓക്കെയാണ്. ആര്യ ഡ്രൈവ് ചെയ്തു, ആ ഒരു പ്രശ്നം അത് ഉണ്ട് മനസ്സിൽ. അതാണ് ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് പെട്ടെന്നൊരു ബാലൻസ് ഇതായതാണ്. അപ്പൊ എന്തായാലും ഇത് മനസ്സിൽ ഉണ്ടാവും, അത് പോവാൻ പാടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പൊ സ്കൂട്ടി എടുക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? സ്കൂട്ടി എടുക്കുന്നുണ്ട്, കാർ എടുത്തിട്ടില്ല. പക്ഷെ ഡോക്ടേഴ്സ് എല്ലാം കണ്ടപ്പം പറഞ്ഞത് എടുക്കാതിരിക്കല്ല, പിന്നെ മനസ്സിലതിനോ എപ്പോഴും കാര്യം. അത് ഇനിയും കണ്ട ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, നമ്മൾ അത് തന്നെ വീണ്ടും ചെയ്യുമ്പോൾ ഇനി നിനക്ക് ഒരിക്കലും കാലും ആക്സിലേറ്ററും ബ്രേക്കും മാറത്തില്ല, ഉറപ്പായിട്ടും എടുക്കണം. ആ ടെൻഷൻ വെച്ചോണ്ടിരിക്കരുത്, അത് നല്ല ഓവർകം ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കതങ്ങോട്ട് പറ്റുന്നില്ല. എന്തായാലും കുറച്ച് ദൂരം ഹസ്ബൻഡിനെ അടുത്തിരുത്തി കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കും. ഹസ്ബൻഡ് ഇസ് കംഫർട്ടബിൾ അങ്ങനെ ആണെങ്കിൽ. അപ്പൊ നമുക്ക് ആ ഒരു ഇനി ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ആക്സിലേറ്ററും ബ്രേക്കും തമ്മിൽ മാറിപ്പോകില്ലല്ലോ. ആ ഒരു ഇൻസിഡന്റ് പറ്റിയതല്ലേ. എത്ര കാലമായി വണ്ടി ഓടിക്കുന്നത്? ഞാന് 2 വീലറിന്റെ എടുത്തിട്ട് ഒരു 8 വർഷമെങ്കിലും ആയി. കാറിന്റെ ലൈസൻസ് ഇല്ല മാം, അതുകൊണ്ട് നമുക്ക് പോലീസിലൊക്കെ നമുക്ക് ഇൻഫോം ചെയ്യാനുണ്ട്. പിന്നെ കുറെ പൈസ പോയി, പോസ്റ്റിന്റെ ട്രാൻസ്ഫറിന്റെ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ക്ലെയിം ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഹസ്ബൻഡ് ഓടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ക്ലെയിം ചെയ്യുക, വണ്ടി പണിഞ്ഞു കിട്ടത്തില്ലല്ലോ.
അത് പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പേടിയാ. ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഓടിക്കുക കേട്ടോ. കാരണം ലൈസൻസ് അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങളിൽ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ആദ്യം സെറ്റ് ചെയ്യാം. കാർ ഓടിക്കണമെങ്കിൽ ഫസ്റ്റ് അത് കറക്റ്റ് ചെയ്യാം, എന്നിട്ട് കാറ് ഓടിക്കാനായിട്ട് തുടങ്ങിയാൽ മതി. അത് കറക്റ്റ് ചെയ്യും. അപ്പൊ ആദ്യം ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആവണം, അല്ലാതെ ഓടിപ്പോയി നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഇപ്പം മെന്റലി പ്രിപ്പയർഡ് ആയിട്ടില്ല ആള്. അപ്പൊ അതിനൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആകുക. അതിന് ശേഷം കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം, ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ അതങ്ങനെ ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട. കാരണം നമ്മൾ ലക്കിലി നമുക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ വിചാരിക്കാം. കാര്യമായ കുറെ ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ലോസ് വന്നു, കറക്റ്റ്. പക്ഷെ വേറെ രീതിയിലുള്ള ലോസ് ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നത് തീരാ നഷ്ടമൊന്നുമില്ലല്ലോ. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാ. പക്ഷെ അല്ലാത്ത ലോസ്, തീരാ നഷ്ടങ്ങളൊന്നും നമുക്ക് ലൈഫിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ബെറ്റർ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ പെർഫെക്റ്റ് ആകാനുള്ള ബെറ്റർ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കുഞ്ഞിനെ കാണുമ്പോൾ വിഷമം മനസ്സിലായി. കുഞ്ഞ് ഓക്കെ അല്ലേ? കുഞ്ഞ് ഹാപ്പിയാണ്. ഓക്കെ, എൻഗേജ് ചെയ്യുക. ഒരു മെസ്സേജ് ആര്യയ്ക്ക് വേണ്ടിട്ട് ഒരു മെസ്സേജ് ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ഇതുപോലെ ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ടൂ വീലർ ഓടിച്ചു പോയപ്പോഴാണ് ആക്സിഡന്റ് ആയത്. ഞാൻ പർദ്ദ ഇട്ടിരുന്നത്. അപ്പൊ പർദ്ദ ഭയങ്കര ഫ്ലെയർ ആയിട്ടുള്ള പർദ്ദയായിരുന്നു. ഇപ്പൊ സ്റ്റാൻഡിൽ കൊണ്ടപ്പോ ഞാൻ അങ്ങനെ വലിച്ചപ്പോ സ്റ്റാൻഡിൽ കുടുങ്ങിയിരിക്കാം. ഞാനത് താഴ്ന്ന് നോക്കിയപ്പോക്കും അപ്പത്തേക്ക് പോയി പോസ്റ്റ് പോയി ഇടിച്ചു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 വീട് കഴിഞ്ഞുള്ളൂ അപ്പോഴാണ് പോസ്റ്റ് പോയി ഇടിച്ചത്. അപ്പൊ പോസ്റ്റ് പോയി ഇടിച്ച് ഞാൻ മറിഞ്ഞ് വീണു. കാലൊക്കെ നല്ലോണം പോയി, ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാൻ വേഗം പിന്നെ അവിടുന്ന് ഒരു കൊച്ചിനെ വന്ന് എണിപ്പിച്ച് ഞാൻ വേഗം വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ, തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോയപ്പോ ഈ വണ്ടിയുമ്പോ തന്നെ പോയി, എനിക്ക് നടക്കാൻ പറ്റില്ല, കാല് ഭയങ്കര വേദനയായിട്ട്. ഈ വണ്ടി ഓടിച്ച് പോവല്ല, ഈ വണ്ടിയുടെ ഫ്രണ്ട് വശം ഒന്ന് ചെളിങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ജാമായി പോയി. നേരെ എനിക്ക് ഹാൻഡിൽ വയ്ക്കാൻ പറ്റാതെ പോയി. ഈ വണ്ടി ഓടിച്ചപ്പോ ഹാൻഡിൽ ചെരിഞ്ഞ് പോയി. വേഗം പോയി അടുത്ത പോസ്റ്റിലേക്ക് പിടിച്ചു. ഈ പോസ്റ്റിന്റെ മതിലിന്റെ ഇടക്കുള്ള ഗ്യാപ്പിലേക്ക് പോയി വണ്ടി പോയി ജാമായിട്ടിരുന്നു. എന്റെ കാല് കുടുങ്ങിയിട്ട് എനിക്ക് പോരാൻ പറ്റാതെ പോയി. പിന്നെ ഞാൻ അവിടെ കിടന്ന് കുറെ നേരം ബഹളം വെച്ചു, ഓടിവാ. അപ്പൊ ഒരു തറവാടിന് തൊട്ട് ഫ്രണ്ടിലാണ് ഇതിന് പറ്റിയത്. അനിയനെ വിളിച്ചപ്പോ അവിടെ ആരും കേൾക്കില്ല. എല്ലാവരും വാതിലടിച്ച് അകത്തിരുന്നപ്പോ ആരും കേട്ടില്ല. കുറെ നേരം ബഹളം വെച്ചപ്പോ അടുത്ത വീട്ടിലെത്താ വന്നു. നേരെ കുറെ ഭായിമാര് താമസിക്കണ്ടേ, അവര് എന്റെ ബഹളം കേട്ടിട്ട് വന്നിട്ട് അവരാണ് എന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് നീക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ കൈ ചെറിയൊരു ഫ്രാക്ചർ ആയി. പിന്നെ കാല് കുറെ പൊട്ടി. അങ്ങനെ കുറെ പൊട്ടി, ഭയങ്കര വേദനയായിരുന്നു. ഞാൻ എന്നിട്ട് വന്ന് തറവാട്ടിലത്തേക്ക് അവരൊക്കെ വന്ന് എന്നെ സെക്യൂരിറ്റി, പിന്നെ ഞാൻ അവിടെ കിടന്നു. അപ്പോഴത്തേക്ക് ബോധം പോവാതെ രീതിയിലായത്, ഭയങ്കര വേദനയായിരുന്നു. പിന്നെ എനിക്ക് അനിയത്തി വെള്ളം കൊണ്ടുവന്ന്, പിന്നെ അപ്പൊ തന്നെ അടുത്ത വീട്ടിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു വേറെ കാര്യത്തിന്. എന്നിട്ട് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേഗം മരുന്ന് വെച്ചു. ഭയങ്കര പെയിനായിരുന്നു. മൊത്തം പൊട്ടി തൊലിയൊക്കെ പോയിട്ട് കാലൊക്കെ നല്ലോണം പൊട്ടിയിരുന്നു, കാലും കൈയും. എന്നിട്ട് മരുന്നൊക്കെ വെച്ചു. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം, 1 മാസം പ്ലാസ്റ്റർ ഇട്ടായത് കൊണ്ട് വലത് കൈയായിരുന്നു. അപ്പൊ എന്റെ ഇളയ മോൾക്ക് 1 വയസ്സുള്ളൂ. അപ്പൊ കൊച്ചിനെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കൊച്ചിന്റെ മേത്ത് കൈ കൊള്ളുമ്പോ ഭയങ്കര വേദനയാണ്. പ്ലാസ്റ്റർ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ശീലമായിരുന്നു കൊണ്ട് കൈ അങ്ങോട്ട് കനക്കും. കൊച്ചിന്റെ മേത്തുള്ളും ഭയങ്കര വേദനയായിരുന്നു അവൾക്ക്. 1 മാസം ഞാൻ എന്റെ വീട്ടിലായിരുന്നു. മക്കളൊക്കെ അവിടെ വന്ന് നിന്ന് നല്ല രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞോളെ, പിന്നെ എനിക്ക് വണ്ടിയിൽ പുറകേലിരിക്കാൻ പോലും പേടിയായിരുന്നു. പുറകേലിരുന്ന് പോകുമ്പോ പോലും എനിക്ക് പേടിയായിരുന്നു. ഇടിക്കോ എന്നുള്ള പേടിയായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വണ്ടി ഓടിച്ച് മക്കള് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി വണ്ടി ഓടിക്കും. അപ്പൊ ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോ ഞാൻ ഒരു സിനിമയില് ഇന്നസെന്റ് ഡയലോഗ് ഉണ്ടല്ല, മദ്യരഹിത കിനാച്ചേരി, അതാണ് ഗാന്ധിജി എന്റെ സ്വപ്നം. അത് ഞാൻ ഓർക്കും. പോസ്റ്റ് രഹിത കേരളം, അത് എന്റെ സ്വപ്നം ഞാൻ ഓർക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ അടുത്തുനിന്നവരൊക്കെ ചോദിക്കുന്നത് ആദ്യമായിട്ട് വണ്ടി ഓടിച്ചത്. അപ്പൊ എന്റെ അനിയത്തി ഉണ്ട്. അപ്പൊ അനിയത്തി അല്ല, അവള് 17 വയസ്സത്തോടെ ഈ വണ്ടി ഓടിക്കുന്നതാണ്. എത്ര വർഷം ഇപ്പഴാണ് വണ്ടി ഇടിച്ചത്. അത് ഭയങ്കര കോമഡിയാണ്, പക്ഷെ ഭയങ്കര ട്രാജഡിയും ആയിപ്പോയി സെയിം ടൈം തന്നെ. നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കയ്യില് പ്ലാസ്റ്റർ ഒക്കെ വീട്ടിലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പോസ്റ്റ് രഹിത കേരളം, അതാണ് എന്റെ പോസ്റ്റ് എപ്പോഴും റോഡിലോട്ട് കയറിയല്ല പോസ്റ്റുകൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പോസ്റ്റ് രഹിത കേരളം, അതാണ് എന്റെ സ്വപ്നം എന്ന് ഞാൻ ഓർക്കും. അതിന്റെ ഇടയിൽ വീട്ടിൽ നിൽക്കാനായിട്ട് സമയത്തിന്റെ നല്ല രസവും കൂടി വന്നു. അതാ കുറച്ചും കൂടി കോമഡി. അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ചാപ്റ്റർ ഇന്ന് തന്നെ തീർക്കേണ്ടതാണോ? എന്തോ ചാപ്റ്റർ ഇന്ന് തന്നെ തീർക്കേണ്ടതാണോ? ഇത് നിർബന്ധമില്ല, നമുക്ക് എന്ന് ഞാനും പറഞ്ഞോട്ടെ. പറയൂ.
എനിക്ക് ഇപ്പോഴും ഉള്ള പ്രശ്നം കേട്ടോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. എനിക്ക് രണ്ടാമത്തെ കുട്ടിയായി കൊറോണ സമയത്തായിരുന്നു. അപ്പൊ ഡെലിവറി നിർത്താതെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അപ്പൊ ആ കൊച്ചിന് 2.5 വയസ്സായപ്പോഴേക്കും എനിക്ക് ഒരു പ്രാവശ്യം കൂടി പ്രഗ്നൻസി ആയി. അപ്പൊ ഹസ്ബൻഡ് അത് ഉൾക്കൊള്ളൂല, ഇപ്പൊ പറ്റൂല, ഇപ്പൊ കുഞ്ഞ് ഒരെണ്ണോടെ ആയ തൂങ്ങിച്ചെത്താൻ മതി, അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആള് സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ നിർബന്ധിച്ച് ആള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അവർ ചെയ്ത് തരൂല, അബോർഷൻ ചെയ്ത് തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ ആള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ബേബി ആയിട്ട് ഇരിക്കണേ എന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ ചെവിയിൽ വല്ലാണ്ട് എപ്പോഴും തങ്ങി നിൽപ്പുണ്ടിട്ടാ പറഞ്ഞത്. അപ്പം ഇത് കളയണമെന്ന് നിർബന്ധം തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. തിരുവനന്തപുരം സരസ്വതി ഹോസ്പിറ്റലിലാട്ടോ, അവിടെയാണ് ഹസ്ബൻഡ് വീട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ ഒരു മെഡിസിനാണ് തന്നത്. പിന്നെ ആദ്യമായിട്ടോട്ടോ ഞാൻ സിനിമയിലൊക്കെ കേൾക്കണം എന്നല്ലാതെ ഇങ്ങനെ ഒരു ഗുളിക കഴിക്കുക അബോർഷൻ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. എന്നിട്ട് പിന്നെ ആളുടെ നിർബന്ധത്തിൽ പിന്നെ ആള് തന്നെ മരുന്ന് മേടിച്ചുകൊണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ ആ ഡോക്ടർ തന്ന മരുന്ന് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത്. നല്ല കോസ്റ്റ്ലി ആയിരുന്നു ആ മരുന്ന്. അത് തന്നു ഇങ്ങനെ 2 ദിവസം ബ്ലീഡിങ് ഉണ്ടായി. പക്ഷെ അവർ പറഞ്ഞതുപോലെ അത്ര ബ്ലീഡിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് അപ്പോഴേ ഒരു പന്തികേട് തോന്നി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ദേഹമൊക്കെ എനിക്ക് തന്നെ ഒരു സ്മെല്ല്, ഒരു വല്ലാത്തൊരു നാറ്റം തോന്നി. എനിക്ക് തോന്നണാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫുള്ളായിട്ട് പോയില്ല, കിടക്കുവാണ് അതിനകത്ത്, അത് ഇച്ചിരി അഴുകി അത് കിടക്കുവാണെന്ന് പറഞ്ഞു. പിന്നെ അവർ വീണ്ടും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസവത്തിൻ്റെ പൈസ തന്നെ അവിടെ ചിലവായി. ഇതിലും ഭേദം പ്രസവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്നിട്ട് വീണ്ടും ആ ഡോക്ടർ DNC ചെയ്യാൻ തരാൻ പറഞ്ഞു. അത് എന്താന്ന് പോലും എനിക്ക് അറിയില്ല. DNC എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം, ഈ ലോകത്ത് ഇത്രയും വൃത്തിയായിട്ടൊരു ഏർപ്പാട് വേറെയില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മളെ ഗർഭപാത്രത്തിൽ നിന്ന് എന്തോ കരണ്ടി വാരി എടുക്കണം പോലെയാണ് നമുക്ക് തോന്നണത്. അതും അനുഭവിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നു. അതിനുശേഷം പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ ദേഹത്ത് ഈ സ്മെല്ല, അന്നത്തെ ആ നാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കുളിക്കുക മാഡം. ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴും ഒരു 2-3 പ്രാവശ്യം കുളിച്ചിട്ടാണ് വന്നിരിക്കണേ. എനിക്ക് ഭയങ്കര നാറ്റം മേത്ത്. എനിക്ക് അതിൻ്റെ ഒരു കുറ്റബോധം. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ആള് ഉൾക്കൊള്ളണില്ല. എൻ്റെ തോന്നലാന്നാ പറയണേ. എപ്പോഴും ഞാൻ ഡ്രസ്സ് മാറുക. പിന്നെ അപ്പോൾ എനിക്ക് എപ്പോഴും ഇല്ല, ചില സമയത്താണ്. പക്ഷെ മറ്റേ മൂത്ത കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുകയും അവരോട് കിടന്ന് ഉറങ്ങുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ഈ ദേഹം നാറ്റം എനിക്ക് തോന്നണത്. അപ്പം ഇനി ആ കുഞ്ഞ് വരണമാണോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാണോ, എനിക്ക് കുറ്റബോധമുണ്ട്. എന്നാ ചെയ്യണ്ട മാഡം, എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴും നാട്ടം. ഫീൽഡിൽ കാണുന്ന പേരാണോ? എൻ്റെ പേര് സുജിഷ. ഓക്കെ സുജിഷ, ഇതിനകത്ത് സുജിഷയ്ക്ക് കുറ്റബോധം തോന്നുന്ന യാതൊരു കാര്യമില്ല. ഹസ്ബൻഡ് പറയണ എന്നാന്ന് പറയട്ടെ വേണം, അതൊരു ജീവൻ പോലും ആയില്ല, അതൊന്നും ആയില്ല. പക്ഷെ അത് ഭ്രൂണഹത്യ ചെയ്യരുതെന്ന് ബൈബിളിൽ പോലും പറഞ്ഞേക്കുക. അത് ജീവനായിരുന്നല്ലോ. ആദ്യം തന്നെ ഹാർട്ട് ബീറ്റ് അല്ലേ വരണത്. അപ്പൊ ഹാർട്ട് ബീറ്റ് വന്നെങ്കിൽ അതൊരു ജീവനല്ലേ. ആ ജീവൻ ഞാനിപ്പോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ജനിക്കേണ്ട കുഞ്ഞല്ലേ ഈ ഭൂമിയിൽ എൻ്റെ മടിയിൽ. അപ്പൊ അത് ചെയ്തത് അതൊരു കൊലപാതകം തന്നെയല്ലേ ചെയ്തേ. അത് സുജിഷ ചെയ്തിട്ടില്ലല്ലോ. എന്നാലും എൻ്റെ വയറ്റിനകത്തിട്ട് ഞാൻ ഗുളിക കഴിച്ചു, ഞാൻ മരുന്ന് കഴിച്ചു, അത് പോയി. അത് പോകുമ്പോഴും അത് വേദനയൊക്കെ ഉണ്ടാവൂലേ മേഡം, അനുഭവിച്ചിട്ടുണ്ടാവൂലേ. എനിക്ക് എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മേലെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരുന്നു. ആ സ്മെല്ല് ആ ഡോക്ടർക്ക് പോലും DNC ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ സ്മെല്ല് വല്ലാണ്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു അതെ ഉണ്ട്, അതങ്ങനെ ആയിപ്പോയി, അതങ്ങനെ കിടന്നുകൊണ്ട് അഴുകിപ്പോയി. ഞാൻ DNCയുടെ പ്രശ്നം തന്നെ എനിക്ക് കുറേ നാളാ ബുദ്ധിമുട്ടുണ്ടായി. എപ്പോഴും ഞാൻ മൂത്ത കുട്ടികളെ സ്നേഹിക്കുമ്പോഴൊക്കെ ഇത് വരുവാ, ഈ നാറ്റം മേത്തോട്ട് ഇങ്ങനെ വരുവാ. ഞാൻ എന്നിട്ട് എപ്പോഴും നൈറ്റി, നമ്മുടെ ഈ കഴുത്തിന്റെ അവിടുത്തെ നൈറ്റി ഇങ്ങനെ പൊക്കി ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് തുടക്കം. ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് നാറ്റം. ഞാൻ ഹസ്ബൻഡിനോടും എൻ്റെ മൂത്ത മോളോടും ചോദിക്കും, നാറ്റം വന്നുണ്ടോ എന്ന് ചോദിക്കും. ഒരു പറയുന്നത് ഇല്ല ഒരു നാറ്റമില്ല തോന്നണ. പക്ഷെ ശരിക്കും ആ നാറ്റം എനിക്ക് വരണുണ്ട് ഇപ്പോഴും. ഇപ്പൊ എത്രയാ 3 വർഷമായി, ഇപ്പോഴും ഉണ്ടത്. എന്നെ ഒന്ന് പേഴ്സണലി വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ മാം, ഞാനോടൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. സമയമുണ്ടോ മാം? നമുക്ക് ഇഷ്ടമുള്ള സമയമുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ. എനിക്കൊരു 5 വർഷമായ ഒരു അനുഭവമാണ്. എനിക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യുന്നൊരു വിഷയമാണ്. എനിക്ക് വണ്ടിയിൽ കയറുമ്പോൾ ഭയങ്കര പേടിയാ. കാരണം ഞാൻ
5 വർഷം മുന്നേ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വരാൻ വേണ്ടി എല്ലാം ഷിഫ്റ്റ് ആക്കി ബാംഗ്ലൂരിലേക്ക് കയറ്റിയിട്ട് അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വീട് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് യാത്ര ചെയ്ത് പത്തനാപുരത്തേക്ക് വരുന്ന സമയത്ത് ബൈക്കിന്റെ പുറകിൽ എൻ്റെ ഷോള് കുടുങ്ങിയിട്ട് ഞാൻ ആക്സിഡന്റ് ആയി. 1 വയസ്സുള്ള കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. റൈറ്റ് സൈഡ് അടിച്ചാണ് ഞാൻ വീണത്. വാരിയൽ ഒരെണ്ണം പൊട്ടിപ്പോയി. കഴുത്തിന്റെ മസിൽസ് എല്ലാം കൈയും കാലും മൊത്തം തകർന്ന് തരിപ്പണമായി. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് മൈൻഡ് ഔട്ട് ആയിപ്പോയി. ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹസ്ബൻഡ് ബൈക്ക് ഓടിച്ച് മുന്നോട്ട് പോയി. പെട്ടെന്ന് എൻ്റെ ബോധം തിരിച്ചു വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ 1 വയസ്സുള്ള മൂത്ത മോള് മരിച്ചുപോയി എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. കുഞ്ഞിനെ ഓടിപ്പോയി എടുത്ത് നോക്കിയപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ഒരല്പ നിമിഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എൻ്റെ കൈകാലുകളെല്ലാം മൊത്തം ചതഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് നടക്കണം, ബ്രഷ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കണ്ടീഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് കോവിഡിന്റെ സമയത്താണ് കോവിഡ് പോസിറ്റീവ് ആയ സമയത്ത്. അപ്പോൾ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റി. എൻ്റെ വീട്ടുകാർക്ക് മൊത്തം കോവിഡ് പോസിറ്റീവ്, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കെല്ലാം കോവിഡ് പോസിറ്റീവ്. കുഞ്ഞിനും എൻ്റെ അനിയനും ഹസ്ബൻഡിനും മാത്രം കോവിഡ് ഇല്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എൻ്റെ ലൈഫിൽ വന്ന് അതെനിക്ക് ഡ്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അടുത്തൂടെ വരുന്ന വണ്ടിയെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈവൻ ഒരു ബൈക്കിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതലുള്ളത്. ബസ് വരുന്ന സമയത്ത് അടുത്തോടെ ഏത് വണ്ടി വന്നാലും എന്നെ വന്ന് ഇടിക്കാൻ പോകുക ഒരു മെന്റാലിറ്റി. അപ്പൊ എന്നെ എപ്പോഴും ഹസ്ബൻഡ് ഇപ്പൊ അതിൽ വഴക്ക് പറയാൻ പറ്റാച്ച എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാ വണ്ടി കയറുമ്പോൾ. ഞാൻ ഒച്ച വയ്ക്കും വണ്ടി കയറുമ്പോൾ. അതിനപ്പുറം ഇത്രയും ദൂരത്തൂടെ ഇല്ല വണ്ടി പോകുന്നത്, ഞാൻ ഇത്രയും അകലത്തൂടെ ഞാനും വണ്ടി ഓടിക്കും, നീ എന്തിനാ പിന്നെ പേടിക്കുന്നെന്ന് പറയും. പക്ഷെ ഞാൻ സ്വയമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യും. ചിലപ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കും പിള്ളേരെ എടുത്തുകൊണ്ട്. കാരണം അടുത്തിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ കാരണം ആ ഒരു ഭയം. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഷെയർ ചെയ്തപ്പം ഇത്രയും വർഷമായിട്ട് എന്നെ വട്ടൂടെ വണ്ടി പോകുമ്പോൾ ഭയങ്കര അടുത്തുന്നുണ്ടാവും ഭയം. ഒരു സൊല്യൂഷൻ ഉണ്ടേ മാം അത്? ഓക്കെ, നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഇതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് ബോക്സിലെ മെസ്സേജും അത് തന്നെയാണ്. നിങ്ങൾ പരസ്പരം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. ഈ ഒരു കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമില് വളരെ അത് ഓപ്പൺ അപ്പ് ആവാൻ ചെയ്തത് തന്നെ സെൽഫ് ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു പക്ഷെ വീട്ടിലുള്ള ചിലർക്ക് മനസ്സിലാവില്ലായിരിക്കും. അവരത് നോർമലൈസ്ഡ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു സ്പേസ് കിട്ടിയപ്പോൾ നിങ്ങൾ സെൽഫ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് എളുപ്പം അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ആ ഒരു ഷെയറിംഗ് വീട്ടിലൊരു സേഫ് ആയിട്ടുള്ള ഒരാളോട് നമുക്കിത് മനസ്സ് തുറന്ന് പറയാൻ കഴിയാത്തതിന്റെ ഒരു വിങ്ങലും ഉണ്ടാവാം. കാരണം ഇത് ഒരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരഞ്ഞാൽ ചിലപ്പോ കുറച്ചൊന്ന് നമ്മൾ റിക്കവർ ആവും, ഒന്ന് ഇതാവും. കാരണം ഞാൻ 2021 എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോൾ അവളാണ് എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോ ഞങ്ങളൊരു കയറ്റത്തിൽ എത്തിയപ്പോ ഒരു ഹെൽമെറ്റ് ഇടാത്തൊരു ബൈക്ക് ഓപ്പോസിറ്റ് വന്ന്, അങ്ങനെ ബൈക്ക് ഓപ്പോസിറ്റ് വന്നിട്ട് ഇടിച്ചു. ഞാൻ 2 പേരെടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, കുറച്ച് സ്പീഡിലായിരുന്നു അവര് വന്നത്. അങ്ങനെ ആ കുട്ടി മരിച്ചു. അങ്ങനെ ഒരാൺകുട്ടിയായിരുന്നു. അപ്പോ അങ്ങനെ അതിനുശേഷം എനിക്ക് കുറെ മെന്റലായിട്ട് നമുക്ക് അതിന്റെ ഒരു വല്ലാത്തൊരു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്തത് ഇതിനെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കാരണം പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി അതിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. ആ കുട്ടിക്കും ഭയങ്കരമായിട്ട് അത് ബാധിച്ചു. ആ പെൺകുട്ടിക്ക് ഡ്രൈവ് ചെയ്ത അവൾക്ക്. പിന്നെ അവളും കുറച്ച് എൻഗേജ്ഡ് ആയി ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ച്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ ഒന്നും, സിറ്റുവേഷൻസ് എത്തുന്നതല്ലേ. അപ്പൊ നമ്മളൊന്ന് ഷെയർ ചെയ്താൽ തീരാവും കുറെയൊക്കെ. അതെ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് ഹീൽ ചെയ്യാം. ചിലപ്പോൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ചിലത് നമുക്ക് ചിലപ്പോ, പക്ഷെ അത് ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും വിശ്വാസം എന്നല്ല, അത്രയും നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെ ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനെ തന്നെ നമ്മൾ കാണണം. അങ്ങനെ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും ചെയ്യല്ല, കണ്ട് അവര് കറക്റ്റ് റൂട്ടിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി തരുകയും വേണം. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് നടക്കില്ല. അത് ചിലപ്പോൾ 3-4 സെഷൻസ് വേണ്ടി വരും. അപ്പൊ നിങ്ങളെല്ലാം ലൊക്കേഷൻ എവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കോണ്ടാക്ട്സ് വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു റെഫറൻസ് തരാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ഡയറക്റ്റ് പോവുക തന്നെയാണ് നല്ലത്. ആദ്യത്തെ ഒരു 2-3 സെഷൻസ് ഡയറക്റ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓൺലൈനിൽ അവരോടുകൂടി പറയാം. എനിക്കിത് എമ്പത്തറ്റിക് ആയിട്ട് കേൾക്കാം എന്നല്ലാതെ മെഡിക്കേഷൻസ് അങ്ങനെയുള്ള ആ ലെവലിലേക്ക് ഞാൻ ക്വാളിഫൈഡ് അല്ല.
അതുകൊണ്ടാണ് നമ്മൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്സിനെ എനിക്ക് ധൈര്യമായിട്ട് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വിഷമമൊന്നും വേണ്ട. നമ്മളായിട്ട് ഒരു മിസ്റ്റേക്കും ചെയ്യാത്തടുത്ത് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം. അത് നമ്മളുടെ തെറ്റാന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ശരിയാണ്. ഇതായിരിക്കും നമ്മൾ ചിന്തിക്കുക, എനിക്കന്ന് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്നായിരിക്കും നമ്മൾ തോന്നുന്നത്. പക്ഷെ അന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രഷർ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റില്ല. നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ആണ്. എല്ലാ ഇമോഷൻസും ഫീലിങ്സും ഉള്ള ഹ്യൂമൻ ബീയിങ്സ് ആണ്. പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. നമ്മൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഓരോ സിറ്റുവേഷനിലും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും പറ്റുക. ചിലപ്പോൾ ചിലയിടത്ത് പറ്റാതെ വരും, ചിലപ്പോൾ ചിലയിടത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യും. ഇപ്പൊ സൂര്യ പറഞ്ഞു കുഞ്ഞ് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. അപ്പോ ശരിക്കും ബോഡി മുഴുവനും എന്താ പറയാ ഡാമേജ് ആയിരിക്കുക, മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടും ആ കുട്ടിയെ പോയി എടുത്തു അല്ലെ. കാരണം അത് ആ ഒരു മെന്റൽ സ്ട്രെങ്താ, നമ്മളുടെ ആ ഒരു വിൽ പവറാ. പിന്നീട് അങ്ങോട്ട് ആള് വീക്ക് ആവുമായിരുന്നു. അത്രയും ട്രീറ്റ്മെന്റുകൾ വേണ്ടി വന്നു. അപ്പൊ ചില സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചില സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എനിക്ക് ചാറ്റ് ബോക്സിലെ മെസ്സേജുകൾ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം വരിക. അവിടെ നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെഡി എന്നല്ല, മനസ്സോടുകൂടി നിൽക്കുന്നവരെ കാണുന്നത്. ഒരു അടുത്ത സുഹൃത്തിനോടാണെങ്കിലും ഇത് കേൾക്കാൻ തയ്യാറുള്ള ഒരാളോട് പറയും. ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ എല്ലാവരും ഇത് കേട്ടു, നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ അതിനെ ഹീൽ ചെയ്തു. പക്ഷെ ചില കേസസ് നമുക്ക് കുറച്ചുകൂടെ ഫോളോ അപ്പ് വേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് സുരേഷിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞത്. സൂര്യ ഓൾസോ, യു ക്യാൻ ഓൾസോ കോൾ മീ. ഓക്കെ, ഇപ്പൊ ബാംഗ്ലൂരാണോ സൂര്യ? യെസ് മാം, ഞാനിപ്പോ ബാംഗ്ലൂരാ. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഹസ്ബൻഡ് ചർച്ചിലെ പ്രീസ്റ്റ് ആണ്. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. ചർച്ചില് നമുക്ക് ക്ലാസ്സസ് ഒക്കെ എടുത്തൂടെ കാറ്റസിസത്തിന്റെ? എടുക്കാൻ പറ്റും മാം. അദ്ദേഹം ഒരു അധ്യാപകനും കൂടാണ്, തിയോളജി ടീച്ചറും കൂടാണ് എന്റെ ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ ഫൈൻ. സപ്പോർട്ട് ഈച്ച് അതർ, മ്യൂച്വൽ സപ്പോർട്ട്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഭയങ്കര ഒരു ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ സപ്പോർട്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കാരണം ഒരാൾക്ക് സംഭവിച്ച ഒരു കാര്യം നമ്മൾക്ക് കേൾക്കുമ്പോൾ അതൊരു സംഭവമെന്നേ തോന്നുള്ളൂ. അത് നിന്ന് നമ്മളാണ് അതിലൂടെ കടന്നുപോയെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. ആ ഒരു എമ്പതി നമുക്ക് വരണം. നിങ്ങളെല്ലാരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എനിവേ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു മറുപടി കിട്ടും അല്ലെ. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു മരുന്നുണ്ടാവും. നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്നെ അനുസരിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പറയും. നമ്മളെന്തും തിരിച്ചറിഞ്ഞ് നമ്മളായിട്ട് തന്നെ അത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ബോഡിയിൽ ഒരു മുറിവുണ്ടായി, ഞാനൊക്കെ ഒരു മുറിവുണ്ടാക്കിയാൽ ഒരു മരുന്നിന്റെ സഹായം തേടാറില്ല. തനിയെ അത് ഉണങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു ഓയിൽമെന്റ് അത് ഞാൻ തേക്കില്ല. അപ്പൊ ഞാൻ മക്കളോട് ഞാൻ തേക്കാൻ പറയാറില്ല അങ്ങനെ. അത് നമുക്ക് എന്തും നമ്മൾ സ്വയമേ അങ്ങോട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം സ്വന്തം അവർ പരിഹരിക്കാൻ പറ്റും അല്ലെ മിസ്. നമ്മുടെ മനസ്സിന്റെ ആയാലും ശരി, എന്ത് കാര്യമായാലും ശരി, നമ്മള് വിചാരിക്കും. ആ സാഹചര്യമായിട്ട് നമ്മൾ സ്വയം അങ്ങ് പൊരുത്തപ്പെടുന്നു, അതല്ലേ പറഞ്ഞു വന്നേ? അതെ അതെ, എനിക്ക് വണ്ടി ഓടിക്കാൻ കുറച്ചായിട്ട് ഭയങ്കര വണ്ടി ഓടിക്കുമ്പോൾ പുറകേലിരിക്കപ്പോ പോലെ പേടിയായിരുന്നു. പുറകേലിരുന്ന് നോക്കുമ്പോ വേറെ വണ്ടിയിൽ വരുമ്പോ ഇടിക്കോ എന്റെ ഫാദറിന്റെ ഒക്കെ ബാക്കിൽ നിന്ന് പോകുമ്പോ എനിക്ക് പേടിയാവുന്നു. പക്ഷെ പിന്നെ എനിക്ക് തന്നെ ഓടിക്കണം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് വീണ്ടും ഓടിച്ചു. ഇപ്പൊ 4 മക്കളുണ്ട് എനിക്ക്. 4 മക്കളെ ബാക്കിൽ കയറ്റി ഞാൻ ഓടിക്കണം. ഹസ്ബൻഡ് ചെയ്ത് അങ്ങനെ ഓടിക്കല്ലേ, എന്നാലും അങ്ങനെ ഓടിച്ച് അത്യാവശ്യമൊക്കെ ഓടിക്കും. എന്നും രാവിലെ വൈകുന്നേരം സ്കൂളിൽ കൊണ്ടാക്കല് വിളിക്കാൻ പോക്കെല്ലാം ഞാൻ തന്നെയാണ്. എന്നാലും ടൗണിലേക്ക് അങ്ങനെ അന്ന് ആദ്യം ഹെൽമെറ്റ് വെക്കാറുണ്ടായില്ലായിരുന്നു. ആദ്യമായിട്ട് ഹെൽമെറ്റ് വെച്ചു. പിന്നെ പർദ്ദയുടെ കൈ ആണെങ്കിൽ വലിയ കൈ, ഒരു മോഡൽ അങ്ങനത്തെ കൈയായിരുന്നു. പിന്നെ പർദ്ദ തുണി പിടിച്ചാൽ നിൽക്കാത്തൊരു തുണിയായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം വന്ന് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വണ്ടി ഉണ്ടായിരുന്നു. അതിലൊരു കാണാൻ ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫാദറാണ് എന്റെ ഇളയ കൂട്ടിനിരിക്കാൻ വേണ്ടി വീട്ടിൽ വന്നത്. ഫാദർ പറഞ്ഞു ഫാദറിന്റെ വണ്ടി എടുത്തോന്ന് പറഞ്ഞു. അത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ അതിന് ബ്രേക്ക്, ഒരു സൈഡ് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. ഭംഗി നോക്കിയപ്പോ ബ്രേക്ക്, ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചൊരു ശീലം. സാധാരണ റൈറ്റ് സൈഡ് നമ്മൾ ആക്സിലറേറ്റ് കൊടുക്കുക, ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിക്കുക. ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ പോസ്റ്റിൽ ഇടിച്ചു. അപ്പൊ രണ്ടാമതും ഇടിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ ഞാന് ബ്രേക്ക് പിടിക്കുന്ന സ്ഥലത്ത് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കൺട്രോൾ കിട്ടാതെ അങ്ങോട്ട് പോയി. അങ്ങനെ രസമായിരുന്നു, കോമഡി പോലെയായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കാറിലേക്ക് കയറിയപ്പോ ഈ ഭായിമാരപ്പോഴത്തേക്കും ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത്
നീക്കി കൊണ്ടു വെച്ചു. നോക്കി വെച്ചപ്പോ തന്നെ അത് കാണുമ്പോ ചിരി ഒരു വണ്ടി കാണുമ്പോ ഈ 2 സിഗ്നൽ ലൈറ്റ് ഉണ്ടാവില്ലേ വണ്ടിയുടെ ഫ്രണ്ടിലെ ഹാൻഡിലിന്റെ അവിടെ, അത് 2 കണ്ണ് ഇങ്ങനെ പുറത്തേക്ക് തുറച്ചെടുക്കുമ്പോ രണ്ടും പുറത്തേക്ക് വന്നിരുന്നു. ഐഡിയുടെ ആഘാതത്തില് ആ 2 ലൈറ്റുകൾ പുറത്തേക്ക് ഇങ്ങനെ വയറ് തൂക്കി കിടക്കണ കാണുമ്പോ അത് ഓർക്കുമ്പോ ഇപ്പോഴും ചിരി വരിക. സുമി അതിനെ ഭയങ്കര എന്താ പറയാ, അതെ, ആ സംസാര രീതി കൊണ്ട് അതിനെ ഭയങ്കര കോമഡിയാക്കും. അതാണ്. പിന്നെ ഒരു കാര്യം മാം പറയാനുള്ളത്, ഈ ക്ലാസ്സില് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് കഴിയുമ്പോ നമ്മള് ഇതില് 4-5 ആൾക്കാരാണ് ഷെയർ ചെയ്തത്. വളരെ വിഷമകരമായ കാര്യങ്ങൾ പറയുമ്പോ ശരിക്കും കരഞ്ഞു പോയ ഒരു കാര്യങ്ങൾ കേട്ടപ്പോ. പക്ഷെ ഇതില് ചെറിയ കാരണങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ കാരണങ്ങള് ഇത്രയും ചെറുതാണല്ലോ എന്ന് മനസ്സിലാക്കാൻ വരെ ഈ ക്ലാസ് കൊണ്ട് ഇതിലെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് തുറന്നു പറയലിലൂടെ അവരുടെ മനസ്സിലെ കുറെയൊക്കെ ഭാഗങ്ങൾ തീർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയും ഈ ക്ലാസ്, ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു. സുമി ഒരു കൊച്ചു കാറ് വാങ്ങൂട്ടോ, 4 മക്കളില്ലേ, അവര് വളർന്നോണ്ടിരിക്കുകയാണല്ലോ, സ്കൂട്ടർ പോരാതെ വരും. ഞാൻ ഓർക്കും, പക്ഷെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പറ്റാറില്ല. അല്ലെങ്കിൽ പിന്നെ 2 തവണയായിട്ട് കുട്ടികളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ അവര് വലുതാവും തോറും നമുക്ക് സ്കൂട്ടറിൽ ആ ഒരു ഫെസിലിറ്റി വരില്ലല്ലോ. അപ്പോ എന്തായാലും രശ്മിന പറഞ്ഞതുപോലെ ഇതുപോലെ ഉള്ളില് കുറെ വിഷമങ്ങള് പുറത്തു പറയാൻ പറ്റാതെ ഇത് കേട്ടിരിക്കുന്നവരുണ്ടാവുമായിരിക്കും. അവർക്ക് ഇതൊരു ഹീലിംഗ് ആയിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് പാട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസിക്കൽ, നമ്മുടെ ശാസ്ത്രീയ സംഗീതം ഉണ്ടല്ലോ, അങ്ങനെ പഠിക്കാനായിട്ട് ചേർന്നതിന് വേറൊരു കാരണമുണ്ട്. ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ്. ടീച്ചർക്ക് നിറയെ മുടിയുണ്ട്, കാണാൻ ഭയങ്കര സുന്ദരിയൊക്കെയാ. കളറൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഒരു രസമാണ് ടീച്ചറെ കാണാൻ കേട്ടോ. നിറയെ മുടിയുണ്ട്. അപ്പൊ മുടി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. അങ്ങനെ ഇങ്ങനെ പാട്ട് ക്ലാസ്സിന് ചേർന്നു. ഭയങ്കര പാട്ട് പാടാനൊന്നും അറിയില്ല, പക്ഷെ ടീച്ചറുടെ കൂടെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരുന്നു ഭയങ്കര ഒരു സന്തോഷം. നല്ല സ്നേഹമൊക്കെ ഉള്ള ടീച്ചർ. അപ്പോ എന്റെ വീടിനടുത്താണ് അമ്പലം ഉള്ളത്. അപ്പൊ നമ്മള് ചെറുപ്പം തുടങ്ങി ഇങ്ങനെ കുളിച്ച് അമ്പലത്തിൽ പോകുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം രാവിലെ മനസ്സിലാക്കി ഓക്കെ, സോറി. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ എനിക്ക് 6:30 ആയിട്ടുണ്ടാവും. കാരണം രാവിലെ എണീറ്റ് അങ്ങനെ കുളിച്ച് അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ടീച്ചറുടെ ബ്രദറിന് ഒരു ഓട്ടോയാ ഉള്ളത്. അപ്പൊ എനിക്കറിയാം ആ ഫാമിലിനെ. ബ്രദർ ഓട്ടോ ഓടിക്കുന്നു. ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നീളമുള്ള മുടി ഇങ്ങനെ കാണാം. ഞാനിത് എന്തെങ്കിലും മുടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീളത്തിൽ കിടക്കണേന്ന് നോക്കിയപ്പോ ആരോ ടീച്ചറെ മടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ടീച്ചർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനായിരുന്നു. അപ്പൊ അമ്പലത്തിന്റെ അടുത്താണ് ഇവരുടെ വീട്. അമ്പലത്തിലെത്തിയപ്പോ അവിടെ നിന്ന് ആളുകൾ കൂട്ടം കൂടി നിന്ന് ഇങ്ങനെ പറയുകയാണ്, രാവിലെ ആള് അടുക്കളയിൽ എന്തോ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിലേക്ക് തീ ഇങ്ങനെ ആളി പടർന്നു. അപ്പോ പെട്ടെന്ന് തന്നെ മുടിയിൽ നിറയുണ്ടല്ലോ, അപ്പൊ തീ ശരിക്കും ബോഡിയിലേക്ക് ആയി. 2 ദിവസം കഴിഞ്ഞപ്പോ അറിയുന്നത് ടീച്ചർ മരിച്ചുപോയി. അപ്പൊ ഞാനൊന്ന് 5ൽ പഠിക്കുക. എനിക്കിത് ഭയങ്കര ഷോക്കായി. കാരണം ഈ പോകുന്ന സീനും ഞാൻ കണ്ടു. നെക്സ്റ്റ് വീക്കെൻഡ്സിലാ പാട്ട് ക്ലാസ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ശബ്ദം വരണുണ്ടായില്ലേ. ദിവസവും വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ പുതിയ ടീച്ചർ വന്നു. ഞാൻ പോയില്ല. എനിക്ക് പിന്നെ ഇത് വരില്ല, ഇങ്ങനെ പാട്ട് വരാതായി. അങ്ങനെ അത് പോയി. എനിക്ക് ആ പാടുന്ന ആ ഒരു രീതി പോയി. അപ്പൊ അന്ന് സംഭവിച്ചത് ഇപ്പോഴും എനിക്ക് ആരെങ്കിലും ഒന്ന് പാടാമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനും എനിക്ക് എന്തോ അതെന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഇതെനിക്ക് പറയാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുമ്പോഴേക്ക് ഞാനൊരു പാർട്ടി സ്പോയിലർ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ക്രിസ്മസിന് കരോള് പോലെ പാട്ടൊക്കെ പാടാനായിട്ട് ടീച്ചേഴ്സ് വിളിക്കുമ്പോൾ ഞാൻ മാറി നിൽക്കില്ല, അതിന്റെ കൂടെ നിന്ന്. അതെന്നെ പിന്നെയും ബുദ്ധിമുട്ടില്ല. കാര്യം ശരിയായിട്ട് വരില്ലെങ്കിലും അതിന്റെ ഒപ്പം അങ്ങ് പോകും. പക്ഷെ പിന്നീട് ഞാൻ മൂളിപ്പാട്ട് പാടാൻ പോലും എനിക്ക് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി. അപ്പൊ അതാണ് നമുക്ക് ആ ചൈൽഡ്ഹുഡ് ട്രോമ നമ്മൾ വലുതാവുമ്പോൾ ഉണ്ടാകുന്നത് സംഭവം നമ്മൾ മാനേജ് ചെയ്യും. കാരണം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആ ചൈൽഡ്ഹുഡിൽ നടന്നത്
അത് മനസ്സിൽ നിന്ന് എപ്പോഴും മാറുന്നില്ല. അതാണ് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതൊരു പക്ഷെ നമുക്ക് മനസ്സിലാകണത് അവരുടെ ഫേസിൽ നിന്നായിരിക്കാം. ഇന്നലെ ആക്റ്റീവ് ആയിരുന്ന കുട്ടി ഇന്ന് വന്നപ്പോ അങ്ങനെ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഫോണിൽ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഇന്നെന്താ ശബ്ദം വല്ലാതിരിക്കുന്നത്, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ ഈ കേൾക്കുന്ന ആൾക്ക് അവരിത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോഴായിരിക്കാം നമ്മൾ ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും അവർക്ക് അത് പറയാൻ ഓപ്പൺ അപ്പ് ആവാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുജിഷയ്ക്കാണെങ്കിലും സൂര്യക്കാണെങ്കിലും സുറുമിക്കാണെങ്കിലും അവർക്കത് ഷെയർ ചെയ്യാനുള്ള ആ ഒരു ഇത് വന്നു അല്ലെ. കാരണം ഇത് എന്റെയാണ്, ഇവരെന്റെയാണെന്നൊരു ഫീല്, നമ്മുടെ ആ വൺനെസ്, ആ ഫീല് വന്നുകൊണ്ടാ. അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിത് ഇവിടെയും ഷെയർ ചെയ്യില്ലായിരുന്നു. ഈവൻ കണ്ടിട്ടില്ല, പ്രൊഫൈലിലെ ഈ പിക്ചറും ആ ഒരു പേരും മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് പോലും കണ്ടിട്ടില്ല. എന്നിട്ടും നമ്മളുടെ പേഴ്സണൽ ഇത്രയും നമ്മളെ ടെൻഷൻ അടിപ്പിച്ച പല കാര്യങ്ങളും വിഷമിപ്പിച്ച കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, എനിവേ ഞാൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മീൻസ് ക്ലാസ് ടോപ്പിക് ഏതാന്ന് റിപ്പോർട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ PFA ഷെയറിങ് എക്സ്പീരിയൻസ് എന്നും കൂടെ കൊടുക്കും വിത്ത് യുവർ പെർമിഷൻ. വേറൊന്നും കൊണ്ടല്ല, റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ടാകും. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ടോപ്പിക് നോക്കിയിട്ടാണ് ചിലർ കയറുക. എല്ലാ ക്ലാസ്സൊന്നും ചിലപ്പോൾ കയറില്ലായിരിക്കും. ഷെയറിങ് എക്സ്പീരിയൻസ് എന്ന് കാണുമ്പോൾ താല്പര്യമുള്ളവർ മാത്രം കയറട്ടെ, അല്ലാത്തവർ അവരുടെ ടൈം അങ്ങനെ ലിമിറ്റ് ടൈം ഭയങ്കര കുറവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ബിസി ആയിട്ട്. അതുകൊണ്ട് അവർക്ക് നോക്കുമ്പോൾ ക്ലാസ് ഒന്നും എടുത്തില്ല എന്നൊരു ഫീല് വരണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ടൈറ്റിലിന്റെ PFA ടൈറ്റിലിന്റെ കൂടെ ഇത് കൊടുക്കും, ഷെയറിങ് ഓൺ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞ് കൊടുക്കും കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഇല്ല മാം. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനി ഈ ടോപ്പിക് ഇനി സെലക്ട് തുടങ്ങാന്നുള്ളത് ഇന്ന് ഇനി എന്തായാലും പറ്റില്ല. നെക്സ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, ഫുൾ ഒന്ന് വായിച്ചു നോക്കൂ. കുറെ കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. അപ്പൊ ആവശ്യമുള്ളത് മാത്രം കണ്ടന്റ് ചെയ്യാൻ ബ്രീഫ് ചെയ്യുള്ളൂ. ഓക്കെ, എനിവേ ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അത് എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെ രീതി. അപ്പൊ ചിലരിങ്ങനെ പറയും ഒന്ന് കഴിയുമ്പോ അടുത്തത് വരുന്നുള്ളത്. അതൊരു അവസ്ഥ. അത് ഞാൻ ഇവിടെ നിന്ന് പറയും കേട്ടോ. ഞാൻ കുപ്പിന്ന് വന്നൊരു ഭൂതാന്ന് പറയും. ഓരോന്ന് കഴിയുമ്പോൾ ഓരോ പണി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ലൈക്ക് ഹോസ്പിറ്റൽ കേസസ് ആയിരുന്നു. ഒരു 2 വർഷമായിട്ട് ഹസ്ബൻഡിന്റെ കേസായിരുന്നു. ഹസ്ബൻഡിന്റെ കഴിഞ്ഞപ്പം ഹസ്ബൻഡിന്റെ അച്ഛനായി, അച്ഛന്റെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കായി, ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടായി. അതിനിടയ്ക്ക് ഹസ്ബൻഡ് വീഴാൻ പോയി, വിരലൊടിഞ്ഞു, കാല് പ്ലാസ്റ്റർ ഇട്ട് പിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോരോ കേസസ് വരുമ്പോ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഞാൻ കുപ്പിന്ന് വന്ന ഭൂതാന്ന് തോന്നുന്നു. തീരുമ്പോ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ പണി കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മളത് മാനേജ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്യും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.